ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാനിന്ന് കൂറ്റനാടിക്ക് പോകുന്നൊരു വീഡിയോ ആണേ. കൂറ്റനാട് കൊറിയർ ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൊറിയർ ഉണ്ട് അന്ന് കളക്ട് ചെയ്യാൻ. അപ്പോൾ ഈ ടോപ്പ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയാണ് കേട്ടോ. അടിപൊളിയാണ്, നിങ്ങൾ എന്തായാലും കണ്ണ് പൊട്ടി വാങ്ങിക്കോളൂ. ടോപ്പും അതുപോലെ തന്നെ പാൻറ്റും ഉണ്ട് കേട്ടോ. അതിന് നല്ല അടിപൊളിയാണ്. കൈയൊക്കെ നല്ല നെറ്റ് പോലെ വരണതാണ്. ഷോളില്ല കേട്ടോ, ഷോൾ നമുക്ക് ഏത് വേണമെങ്കിലും ഇടാം. അപ്പോൾ ഞാൻ അവർക്ക് രണ്ടുപേർക്കും ക്ലാസ് ഇല്ല, പാലക്കാട് ജില്ലയ്ക്ക് അവധിയാണല്ലോ. അപ്പോൾ അവരിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ, അവിടെ അങ്ങനെ നോക്കി നിൽക്കുകയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു 9:45 ആകുമ്പോൾ ഇറങ്ങി. അപ്പം തന്നെ ഒരു ബസ്സാണ് പോയിട്ടോ. പിന്നെ 10 മണി വരെ ഞാൻ അവിടെ നിന്നു. അത്യാവശ്യം മഴയുണ്ടായിരുന്നു അന്ന്. അപ്പോൾ അമ്മ കടയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. കുട്ടികളെ അറിയാതെയാണ് വന്നത്, വാതിലൊക്കെ പൂട്ടിയിട്ടാണ് വന്നത് പറഞ്ഞേ. കടയ്ക്ക് വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അമ്മ അങ്ങനെ പോയിട്ടോ. അപ്പോൾ അമ്മ എന്നോട് ചോദിക്കായിരുന്നു എപ്പോഴാണ് ഇനി ബസ് എന്ന്. നമ്മുടെ 10 മണിക്കാന്ന്. പിന്നെ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ബസ്സും വന്നു കേട്ടോ. അങ്ങനെ ഞാൻ കൂട്ടുപാത ഇറങ്ങി. കൂട്ടുപാത പിന്നെ കുറച്ച് നേരം നിന്നപ്പോൾ അടുത്ത ബസ്സും കിട്ടി. ഗുരുവായൂർക്കുള്ള ബസ്സിലാണ് കേട്ടോ കയറിയത്. എന്നാലേ നമുക്ക് കൂറ്റനാട് ആ സൈഡിൽ ഇറങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ പിന്നെ എടപ്പാൾ ബസ്സിന് കയറിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കൂറ്റനാട് ഇറങ്ങിയതാ. പെട്രോൾ പമ്പിൻ്റെ അവിടെയാണ് കേട്ടോ കൊറിയർ സർവീസ് വരുന്നത്. ഒട്ടുമിക്ക കൊറിയറുകളും എനിക്ക് അവിടെയാണ് വരാറ്. അപ്പോൾ പിന്നെ അവിടെ പോയിട്ട് കളക്ട് ചെയ്യണമല്ലോ. നമ്മുടെ അടുത്തൊന്നും ഇങ്ങനെ കൊറിയർ ഓഫീസൊന്നുമില്ല, കൂറ്റനാടിക്ക് തന്നെ വരണം കണ്ടോ. അത്യാവശ്യം മഴയുണ്ട്, ഭയങ്കര ചടപ്പായിരിക്കും കേട്ടോ മഴയത്ത് ഇങ്ങനെ പോവുക എന്ന് പറഞ്ഞാൽ. വേറെ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ ഇതാ കൊറിയർ ഓഫീസിലെത്തി. അപ്പോൾ ഇവിടെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ചെറിയൊരു പ്രൊഡക്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ പേര് പറഞ്ഞു കൊടുത്തു, അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു സൈൻ ചെയ്യുക, അതുപോലെ തന്നെ പേര് എഴുതുക, ഫോൺ നമ്പറും എഴുതുക പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് പോന്നു. പോകുന്ന വഴിക്ക് ഞാൻ വിചാരിച്ചു ഷഹന സിൽക്സിലൊന്ന് കയറാമെന്ന്. പിന്നെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ചേട്ടൻ ചോദിച്ചിട്ട് ഇന്നത്തെ വീഡിയോ ഇതാവൂലേന്ന്. അവിടെ നിൽക്കുന്ന ഒരു ചേട്ടൻ കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഓരോ ഭാഗത്ത് ഇങ്ങനെ നടന്ന് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. ഞാൻ പ്രധാനമായിട്ട് എന്തിനാണ് പോയതെന്ന് ഞാൻ നിങ്ങളോട് പറയണ്ടേ. വേദുട്ടിനെ വീട്ടിലിടാൻ ഒരു ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി പോയതാട്ടോ. ഒരു ബനിയനോ പാൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വാങ്ങാച്ചിട്ട് പോയതാണ്. ഓണമൊക്കെ ആയതുകൊണ്ട് തന്നെ ഷഹനാസിൽ അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവരുടെയും ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് എല്ലാവരുടെയും കണ്ണോടിച്ച് വിട്ടു. അപ്പോൾ ഞാൻ അതാ ഇങ്ങനെ ബനിയൻ്റെ സെക്ഷനിലൊക്കെ നോക്കി. അപ്പോൾ എനിക്ക് കുഴപ്പമില്ല തോന്നിയ ഒരു ബനിയൻ എടുത്തു കേട്ടോ. ആദ്യം ഇവിടുന്ന് നോക്കി, പിന്നെ ചേച്ചി വേറൊരു സ്ഥലത്ത് നിന്ന് കാട്ടി തന്നു. ആ ബനിയൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. വീട്ടിൽ മാത്രമല്ല നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ ഇടാം. ഇവനെ വീട്ടിലിടാനുള്ള ബനിയൻസൊക്കെ കുറവാണ്. അതുപോലെ തന്നെ ഇവനിപ്പോൾ കൂടുതൽ ഇഷ്ടം ഷർട്ടൊക്കെയാണ് കേട്ടോ. ഇനി ഓണമാകുമ്പോൾ നല്ലൊരു ഡ്രസ്സ് എടുത്ത് കൊടുക്കണം. ഇവനങ്ങനെ പൊതുവേ ഡ്രസ്സുകളൊന്നും അങ്ങനെ എടുക്കാറില്ല, കൂടുതൽ ബേബിക്കാണ് എടുത്തു കൊടുക്കാറ്. പെൺകുട്ടികൾക്കാണല്ലോ നമുക്ക് രസം കാണാനൊക്കെ ഡ്രസ്സുകൾ. കുട്ടികളുടെ സെക്ഷനിലേക്കൊന്നും ഞാൻ പോയി നോക്കിയില്ല കേട്ടോ. കുറേ ഉണ്ട് തോന്നുന്നു ഓണമായിട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയൊരു ഇത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവർ പുതിയൊരു ഔട്ട്ലെറ്റ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ബോയ്സിൻ്റെ സെക്ഷനിൽ നല്ല അടിപൊളിയായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. യൂത്തുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അവർ പറഞ്ഞത്. പിന്നെ ഞാനൊന്ന് ജസ്റ്റ് വെറുതെ ധാവണി കളക്ഷൻസ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വെറുതെ നോക്കാനാണ്, വാങ്ങണില്ല എന്ന് പറഞ്ഞവരോട് പ്രത്യേകം. അപ്പോൾ ഞാൻ പറഞ്ഞു വെറുതെ നിവർത്തി കാട്ടൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. 1000 സംതിങ് ആണ് കേട്ടോ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യണത് ധാവണിയുടെ പ്രൈസൊക്കെ. അപ്പോൾ എനിക്ക് കുഴപ്പമില്ല തോന്നി, ഭംഗി തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ദിവസം വരാൻ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എന്തായാലും ഒന്ന് എടുക്കണം എന്നുണ്ട് ധാവണി. ബേബിക്ക് എനിക്ക് എടുക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഏതാണെന്നൊക്കെ നോക്കിയിട്ട് ഇത് നല്ല ഭംഗി തോന്നിയിട്ട് എനിക്ക് വയലറ്റ് നല്ല രസമുണ്ട് കാണാൻ. നമുക്കങ്ങനെ ഭംഗി തോന്നി, ഇനി വെച്ച് നോക്കിയാലേ അറിയുള്ളൂ. പിന്നെ ബ്ലൗസ് മാത്രമല്ല നമുക്ക് സ്റ്റിച്ച് ചെയ്യിക്കണ്ടോ, വേറെ സ്റ്റിച്ച് ചെയ്യിക്കൊന്നും വേണ്ട. പാവാടയൊക്കെ ഓൾറെഡി അതിൽ തന്നെ ഉണ്ട്. പിന്നെ നിവർത്തി ഞാൻ നോക്കിയില്ല, എടുക്കണില്ലല്ലോ. അപ്പോൾ പിന്നെ അവർക്കും ഇനി അത് ബുദ്ധിമുട്ടാവണ്ടല്ലോ വെച്ചിട്ട് ഞാൻ നിവർത്തി നോക്കാനൊന്നും പോയില്ല. പിന്നെ ഒരുപാട് ടോപ്പുകളും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഓണം റിലേറ്റഡ് ടോപ്പുകളൊക്കെയാണ് കേട്ടോ. ഇത് ഒക്കെ ഒന്ന് വെറുതെ കണ്ണോടിച്ചു, എടുക്കണില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വെറുതെ ഇനിയിപ്പോൾ അത് ഇട്ട് നോക്കൊന്നും വേണ്ട വിചാരിച്ചു. അപ്പോൾ അതാ വേദുകൊണ്ട് ഈ ഡ്രസ്സ് മാത്രം എടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട്. അപ്പോൾ ഇറങ്ങുമ്പോൾ എൻ്റെ ഫ്രണ്ടിനെ കണ്ടിട്ട്, അവളും ഹസ്ബൻഡും കൂറ്റനാടിക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്തോ ആവശ്യത്തിന്. അപ്പം കുറച്ച് നേരം സംസാരിച്ചു. അങ്ങനെ അവിടെ നിന്നൊക്കെ ബസ് കയറി. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലെത്തി കേസ്. അപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ നേരത്ത്. പിന്നെ വീട്ടിലെത്തിയപ്പോൾ വേദുക്കുട്ടൻ്റെ സർപ്രൈസ് വേദുക്കുട്ടൻ അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവനത് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് ഈ കാണുന്നത്. ബേബിക്ക് ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ, സ്കൂളിലെ സെലിബ്രേഷൻ ഇടാൻ വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ്. അപ്പോൾ പിന്നെ അവന് ഇനി അത് സങ്കടം ആവണ്ടല്ലോ വെച്ചിട്ടാണ് ഞാൻ തൽക്കാലം ഒരു ആശ്വാസത്തിന് ഇത് വാങ്ങിക്കൊടുത്തത്. അപ്പോൾ അവനെ ഒന്ന് ഹാപ്പി ആയിട്ടോ അവന് പിന്നെ അങ്ങനെയൊന്നുമില്ല. എന്നിട്ട് അവൻ ഡ്രസ്സ് കിട്ടിയിട്ട് കേട്ടോ, വലിയ ബൈൻഡൊന്നും ഇല്ല, അതോ അവരെ കണ്ടു കിട്ടിയല്ലോ അത് മതി, നല്ല സൂപ്പറായിട്ടുണ്ട് പറഞ്ഞു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ വൈകുന്നേരം ആയിട്ടോ. അവൾക്ക് മലയാളം അസൈൻമെൻറ്റ് എഴുതാണ്ട് ഇത്രയും ദിവസം ലീവായിരുന്നു. അവൾക്ക് ഓർമ്മ കിട്ടിയത് ലാസ്റ്റ് നിമിഷമാണ് ഓർമ്മ കിട്ടിയത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുകയാണ്, നമ്മൾ 2 പേരിലും ആരാണ് നന്നായി അസൈൻമെൻറ്റ് എഴുതണമെന്ന് നമുക്ക് ഇവരോട് പ്രേക്ഷകരോട് തന്നെ ചോദിക്കാമെന്ന്. ഞാനും അസൈൻമെൻ്റ് എന്ന് എഴുതും A4-ൽ, അവളും അസൈൻമെൻ്റ് എന്ന് എഴുതും. അതിൽ ആരുടെയും ഭംഗിയെന്ന് നിങ്ങൾ പറയണം. അതിനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഇത് ഇട്ടിട്ടില്ല, പക്ഷേ ഇടുന്നുണ്ട്. നിങ്ങൾ എന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ ആരുടെയാണ് രസം എന്നുള്ളത്. ഞാനിങ്ങനെ ഒരുപാട് ഇങ്ങനെ ചാർട്ടിലും ഇതൊക്കെ എഴുതിയ കാരണം എനിക്ക് നല്ല ഇഷ്ടമാണ് മാർക്കർ കൊണ്ട് ഇങ്ങനെ എഴുതാൻ.
ടീച്ചിങ് പ്രാക്ടീസൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഒരുപാട് ചാർട്ട് വർക്ക് ഉണ്ടാവുമല്ലോ. ഞങ്ങൾക്കറിയാം, ബി എഡ് ഒക്കെ പഠിച്ച കുട്ടികൾക്ക് അറിയുന്നുണ്ടാവും ചാർട്ട് വർക്കിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന്. അപ്പോൾ അത് കാരണം എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ എപ്പോഴത്തെയും അന്നാ പഠിക്കുന്ന സമയത്തുള്ള ഒരു ബോർഡർ വർക്കിൽ ഞാനിങ്ങനെയാണ്. അത് ഇന്നേ വരെ അത് മാറ്റിയിട്ടില്ല. ബേബി പറയും എപ്പോഴും, അമ്മയ്ക്കൊന്ന് മാറ്റി പിടിച്ചൂടെ ബോർഡർ വരയ്ക്കുന്നത്. പക്ഷേ എനിക്ക് പറ്റണില്ല. എനിക്ക് ഇങ്ങനെ മാത്രമല്ല, എനിക്ക് ഈ സ്കെയിൽ വെച്ച് വരയ്ക്കണതൊന്നും ഇഷ്ടമല്ല. ഞാൻ വെച്ച് വരച്ചാലും അത് വളഞ്ഞു പോവും, സ്കെയിൽ വെച്ചാൽ പോലും വളഞ്ഞു പോവും. അങ്ങനെയാണ് എൻ്റെ ഒരു ക്യാരക്ടർ. എനിക്ക് ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ വരയ്ക്കാനാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ആദ്യം ഞാൻ എഴുതിയതൊന്ന് ചീറ്റിപ്പോയിട്ടോ. നേരെ എഴുതിയാൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ എന്താ ചെയ്തത്, സൈഡ് തിരിച്ചിട്ട് എഴുതി. അത് ഇത്തിരി ചെറുതാക്കി എഴുതിച്ചാൽ അവിടെ അസൈൻമെൻ്റ് ഒന്ന് ഫുള്ള് കൊണ്ടായിരുന്നു. പക്ഷെ ചെറുതാക്കി എഴുതാൻ പറ്റിയില്ല. ഇത്തിരി വലുതാക്കി എഴുതിയോണ്ട് തന്നെ പകുതിയെ കൊണ്ടുള്ളൂ കേട്ടോ. വരെയൊക്കെ കൊണ്ടുള്ളൂ തോന്നുന്നുണ്ട് കേട്ടോ. ബാക്കി എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഫുൾ ഇതാക്കി എഴുതി. എന്നിട്ട് ഒരു അസൈൻമെൻറ്റ് വെറുതെ നാശമായി പോയിട്ടോ. ആദ്യം തന്നെ എനിക്ക് നേരെ അങ്ങോട്ട് എഴുതിയാൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ പഠിക്കുന്ന ടൈമിലൊക്കെ കൂടുതലും ഇങ്ങനെയാണ് കേട്ടോ. സൈഡ് തിരിച്ചിട്ടാണ് കൂടുതലും അസൈൻമെൻറ്റ്, സെമിനാർ, പ്രൊജക്റ്റ് എന്നൊക്കെ എഴുതുക. നമ്മളൊക്കെ കൂടുതൽ അങ്ങനെയല്ലേ. പിന്നെ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് പൊതുവേ വലുതാണ് കേട്ടോ. ഇത്ര വലുതൊന്നല്ല. ഹെഡിങ് എഴുതുമ്പോൾ പിന്നെ നമ്മൾ വലുതാക്കി എഴുതണമല്ലോ. കണ്ടോ, വരെ കൊണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ ചീറ്റിപ്പോയി. അപ്പോൾ അവൾ പറയായിരുന്നു എന്തൊക്കെയായിരുന്നു എന്നൊക്കെ പറയുന്നത്. എന്നെ കളിയാക്കിയായിരുന്നു കേട്ടോ അവള്. അമ്മ ഒരു അസൈൻമെന്റ് എഴുതിയതാ. മെന്റ് എഴുതി, പക്ഷെ എഴുതാനുള്ള സ്ഥലമില്ല. അപ്പം അമ്മ ഒരു ട്രയലും കൂടി നടത്തുകയാണ്. എന്താവുന്ന നമുക്ക് നോക്കാം. കമോൺ. ആണ് നേരത്തെ കണ്ടത്. ഇത് കണ്ടോ, എഴുതിയിട്ട് ബാക്കിയത് സ്ഥലമില്ല. അടുത്തത് പോകുന്നു. തുടങ്ങി. അമ്മ കുറച്ച് മുകളിലായി പോയിട്ടോ. അപ്പൊ ബാക്കിയുള്ള സ്പേസോ എന്ത് ടൊറീൻ അതിൻ്റെ അടിയിൽ അങ്ങനെ എഴുതിയാൽ എക്സ് ഇല്ലേ? ഇതിന് ഓറഞ്ച് പോലെയല്ലോ തോന്നുന്നത്. കണ്ടില്ലേ, എൻ്റെ അസൈൻമെൻറ്റ് അങ്ങനെയാണ് കേട്ടോ ഞാൻ എഴുതിയിരിക്കുന്നത്. ഇനി ഇവളുടെ അസൈൻമെൻറ്റ് നോക്കട്ടെ. ഇവളുടെ ഔട്ട്ലൈൻ ഇവൾ എന്തോ ഗൂഗിളിൽ നോക്കിയിട്ട് എസ്തെറ്റിക് ആയിട്ടൊക്കെ ആയിട്ട് വരച്ചത്. ഇവളുടെയും വലിയ ഗമയിൽ ഇവൾ ആദ്യം എഴുതിയിട്ട് അസൈൻമെൻറ്റ് എന്നുള്ള ഫുള്ള് കൊണ്ടില്ല കേട്ടോ. പകുതി വരെ കൊണ്ടുള്ളൂ. പിന്നെ അവളത് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് അവൾ ആ A4 ഷീറ്റ് കളയാതെ ആ A4 ഷീറ്റിൻ്റെ മുകളിൽ ഒരു A4ൻ്റെ കഷ്ണം ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ അസൈൻമെൻറ്റ് എഴുതി കേട്ടോ. അങ്ങനെയാണ് അവൾ ചെയ്തത്. അവൾക്ക് കുറച്ച് ബുദ്ധി കൂടിയ രീതിയിൽ ചിന്തിച്ചു. ഞാനാണെങ്കിൽ ആ A4 കളയാണ് ചെയ്യുക. അവൾ അങ്ങനെ ചെയ്തില്ല. അവൾ വേസ്റ്റ് ആക്കിയില്ല. സംഭവം അവൾ എഴുതിയതൊക്കെ വൃത്തിയുണ്ടായിരുന്നു, ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഫുള്ള് കൊണ്ടില്ല. അപ്പോൾ അവൾ അങ്ങനെ ചെയ്തു കേട്ടോ. ഇനി നിങ്ങൾ പറയൂ, ഞങ്ങൾ 2 പേരിലും ആരുടെ അസൈൻമെൻറ്റ് എന്നാണ് എഴുതിയത് രസം എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഒന്ന് മാക്സിമം നിങ്ങൾ കണ്ടവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഞാൻ പോൾ ഇട്ടുണ്ടായിരുന്നു. ആ പോള് ഞാൻ ഇപ്പോൾ നോക്കിയിട്ടില്ല അപ്പോൾ ഇതുവരെ. നേരത്തെ ഇന്നലെ നോക്കുമ്പോൾ 50-45 അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഇവള് മേമോടും ഇവളുടെ അച്ഛനോടും മേമോടൊക്കെ പറഞ്ഞിട്ട് എന്തായിരുന്നു അവളേൽ വേണം ചെയ്യാമെന്നൊക്കെ കേട്ടോ. അപ്പോൾ അവൾക്ക് ചിലപ്പോൾ പോള് കൂടുമായിരിക്കും കേട്ടോ. അതാ ഇങ്ങനെയാണ് ലാസ്റ്റ് അവളുടെ ഇത് വന്നിരിക്കുന്നത് കേട്ടോ. ഇനി നിങ്ങൾ പറയൂ ആരുടെയാണ് ഏറ്റവും നല്ലതെന്ന്. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്, ഇന്നത്തെ വീഡിയോ. ബൈ.